त्रैलोक्यं मङ्गलं कुरु उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्त त्रैलोक्यं मङ्गलं कुरु मातः समस्त जगतां मधुकैटभारे वक्षो विहारिणि मनोहर दिव्यमूर्ते ഇത്തിരി ശാന്തത തരുമോ? ഇങ്ങനെ ഒരാൾ ഇവിടെ പൂജിക്കേണ്ടതെന്ന് വെച്ച് ലോകത്തിൽ ഒച്ചാനൊക്കെ ഉണ്ടാക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ശല്യം. ശ്രീകരം കണി കണ്ടോ? ചൂല് കണി കാണിക്കാൻ കാത്തു നിൽക്കായിരുന്നോ? പൂജാമുറിയിൽ നിന്ന് ഇറങ്ങേണ്ട സമയം ഇന്ന് കരുതിയില്ല. പൂജാമുറിയിൽ വെറുതെ ഇരുന്നാ പോരല്ലോ, സ്വൈര്യം വേണ്ടേ? ഞാനും ഒച്ചനക്കൊന്നും ഉണ്ടാക്കാണ്ട. നിങ്ങളുടെ കാര്യം അല്ലതല്ലേ, കേട്ടില്ലേ? അപ്പുറത്തോണ്ടെങ്കിൽ കുറുക്കാൻ പോണത്. കുറുക്കനല്ല, അതും ഇവിടെ കിഴക്കേലെ ഉണ്ണിയല്ലേ. പാട്ട് പഠിക്കുന്നതാ. പാട്ട് പഠിക്കണത് മനുഷ്യനെ ഉപദ്രവിക്കാനല്ല. ചെന്ന് നിർത്താൻ പറ ചെക്കനോട്. അത് നമ്മൾ എങ്ങനെ ചെന്ന് പറയാ? എന്താ പറഞ്ഞ? ഞാൻ പറയാം. ഞാൻ പിന്നെ പോയി മയത്തില് പറഞ്ഞോളാം. അല്ലെങ്കിൽ അയൽക്കാരായിട്ട് അത്ര രസത്തിലല്ല. എനിക്കാരും പേടിക്കേണ്ട കാര്യമില്ല. ശാരദമ്മ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. പറഞ്ഞാ കേക്കണ ഒരു സാധനം. കൊറേ നാളായല്ലോടാ നീ സാന്ന് പിടിക്കാൻ തുടങ്ങിയിട്ട്. ഒരു പാട്ട് തികച്ച് പഠിച്ചോടാ നീ. ആദ്യം സ്വരസ്ഥാനം ഉറപ്പിക്കട്ടെ അച്ഛാ. ഉറപ്പിക്ക്. നിന്റെ കാശ് കളിക്കാനുള്ള ഓരോ വഴി. ആഹാ, എന്താ ശാരദാമ്മേ, ഇത് വലിയ അതിശയായിരിക്കണല്ലോ. വന്നിട്ട് എന്താ പഠിക്കൽ തന്നെ നിൽക്കണേ? കേറി വാ. മാധവി ഇതാരാ വന്നിരിക്കണേ നോക്കിയേ. കേറി വരൂ ശാരദാമ്മേ. കേറണില്ല, ഞാനിവിടെ വിരുന്ന് വന്നൊന്നുമല്ല. നിങ്ങളുടെ മോൻ പാട്ട് പഠിക്കണൊക്കെ കൊള്ളാം, പക്ഷെ അത് അയൽക്കാർ ഉപദ്രവിക്കാനാവരുത്. ഉപദ്രവിക്കേ? ആര്? രാവിലെ തുടങ്ങിയതാണല്ലോ ഈ അലമുറയിടല്. ഞങ്ങൾക്ക് ഇവിടെ സ്വയമായിട്ട് ജീവിക്കണ്ടേ? ഞാൻ എന്റെ വീട്ടിലിരുന്നാ പാടണ, അതിന് നിങ്ങൾക്ക് എന്താ? നീ പാടിക്കോ, പക്ഷെ അത് ഈ വീട്ടിൽ മാത്രം കേട്ടാ മതി. ഞങ്ങൾക്കത് കേൾക്കണമെന്നില്ല. അവന് ഒച്ചമ്പവളൊന്നും ഉണ്ടാക്കല്ലോ, പാടുകല്ലേ. അത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടാവോ? ആവും, എനിക്ക് ബുദ്ധിമുട്ടാവും. നിങ്ങൾക്ക് അവന്റെ ഒച്ച വലിയ സുഖമായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് ഇഷ്ടമല്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ ജീവിക്കണോ ശാരദാമണി അമ്മേ? വേണ്ട, പക്ഷെ എന്റെ ഇഷ്ടത്തിന് എനിക്ക് ജീവിക്കണം. ഇന്ന് ഇന്നലെന്നല്ല, കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. ഇനി ഞങ്ങളെ ഉപദ്രവിച്ചാൽ ഞാൻ പബ്ലിക് ന്യൂസൻസിന് കേസ് കൊടുക്കും. അപ്പൊ ഒരു വാക്ക് പറഞ്ഞില്ലെന്ന് പറയരുത്.
എന്താ ശാരദാമണിയമ്മേ പ്രശ്നം? അത് നിങ്ങളെ ബോധിപ്പിക്കണോ? ശാരദാമണി ശുണ്ഠി വന്നാ പിന്നെ ശാരദാമണിയെ കാണാൻ ഒരു പ്രത്യേക ചന്ത അല്ലേ ശങ്കരൻകുട്ടി? ഓ, ഒരു ചന്തം. ഇവളൊക്കെ മുഖടച്ചൊന്ന് കൊടുക്കുക വേണ്ടത്. അങ്ങനെ കൊടുക്കാൻ ആളുണ്ടായിരുന്നു. അവൾ ഇങ്ങനെ കിടന്ന് തുള്ളുവോ? വെറുതെ അല്ല, ഒരുത്തരും തിരിഞ്ഞു നോക്കാല്ലത് മൂത്ത് നിറച്ചിങ്ങനെ നിന്ന് പോയത്. അവർക്ക് കല്യാണം കഴിക്കാത്തതിന്റെ കേടാണച്ചാ. എന്ന് നിന്നോടാരാടാ പറഞ്ഞത്? കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്താടാ കേട്? അല്ല അത് പിന്നെ പിള്ളേരുടെ ഓരോ വർത്താനങ്ങളെ. എന്തായാലും ശങ്കരൻകുട്ടി വളരെ മോശം കേട്ടോ. ആരും ഇല്ലാത്തൊരു പാവം പെൺകുട്ടിയെ നിങ്ങളൊക്കെ കൂടി ദ്രോഹിക്കാൻ തുടങ്ങിയ നാട്ടിൽ ചോദിക്കാൻ ആണുങ്ങൾ ഉണ്ടാവട്ടോ. ആരാണി ആണുങ്ങള്? ശ്രീധരൻ കർത്താവോ? ഞാനല്ല, നാട്ടിൽ വേറെ ഉണ്ടല്ലോ ആണുങ്ങള്. ഞാനൊരു പെണ്ണായി പോയതുകൊണ്ട് എന്ത് സഹിക്കണമെന്നോ? അതൊന്നും ഇപ്പൊ നടപ്പില്ല. സഹിച്ചിട്ടുണ്ട്, ഒരുപാട് സഹിച്ചിട്ടുണ്ട്. അന്നും എല്ലാവർക്കും പരാതി ഉണ്ടായിട്ടുള്ളൂ. ആരെന്ത് പറഞ്ഞാലും എനിക്ക് ചുക്ക. അയൽവക്കക്കാരോട് വഴക്കുമാക്കണമെന്നില്ലാണ്ട് ഈ അയൽക്കാരുടെ ചെലവിലൊന്നല്ല ഞാൻ ജീവിക്കണേ. എല്ലാം മുറിയെ പണിയെടുക്കുന്നുണ്ട്. ഒരുത്തരോടും 10 രൂപ കൈവായി പോലും വാങ്ങാറില്ല. കഷ്ടപ്പെട്ട കാലത്ത് ഒരു അയൽക്കാരുണ്ടായില്ല. പിന്നെ ഇവരെയൊക്കെ ഞാൻ മാനിക്കണോ? ഇത് കരിങ്ങാലിയുള്ളല്ലേ? അതെ, തുളസിയില. രാവിലെ തുളസിയില ഇട്ട വെള്ളമാണ് ഞാൻ കുടിക്കാറുന്ന്. അറിയില്ല തള്ളേ നിങ്ങക്ക്? ഇത് മീനമാസാണ്. തുളസി മുഴുവൻ കരിഞ്ഞു. കള്ളത്തരം പറയരുത്. തുളസി തറയിൽ ഉണ്ടായ തുളസി മുഴുവൻ ഒരു ദിവസം കൊണ്ട് കരിഞ്ഞു പോയോ? അത് ഇന്നലെ നശിച്ചൊരാട് വന്ന് പണ്ടാരട. അത് ശരി. പിന്നെ നിങ്ങൾ എന്ത് പണ്ടാരച്ചോ നോക്കി എവിടെ ഇരിക്കണേ? ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പൊ പോയി അയൽവക്കം തണ്ടാൻ. പിന്നെ ആടും കോഴിയും നായും മനുഷ്യനും വീട്ടിൽ കയറി ഇറങ്ങും. ഇങ്ങനെ നന്ദിയില്ലാണ്ട് അവര് തള്ളേ. ഞാനിത് കേക്കണം. 5-8 കൊല്ലായിട്ട് ആട്ടും തുപ്പും കെട്ട് കൂടെ നിന്നു. മതിയായി. ഇനി ഞാനില്ല. എനിക്കേ നല്ല പുലിവീരന്മാര് 2 ആൺകുട്ടികളുണ്ട്, ഒരു മോളുണ്ട്. ഞാൻ ചെന്ന കാല് നീട്ടിയിരുന്നാ മതി. ചോറ് മുന്നിൽ വരും. മുന്നില്. അമ്മനമ്മേ മിണ്ടണില്ല. മിണ്ടിയാ കുറ്റം, നോക്കിയാ കുറ്റം, ചിരിച്ചാ കുറ്റം. അപ്പോ ഇങ്ങനെയുണ്ട് ഒരു പൊറുതി.